ഇങ്ങനെ സോഫ്റ്റായി പൊങ്ങുന്ന പൂരിയും ഈ സ്പെഷ്യൽ ബാജിയും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സൂപ്പർ ഈസി റെസിപ്പിയാണ്. ആദ്യമായി നമുക്ക് പൂരിക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടതൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ബാജിക്കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളയുകയാണ്. ഇവിടെ പൂരിക്കൊപ്പം ബാജിക്കറിയാണ് എല്ലാവർക്കും പ്രിയം. മുട്ടക്കറി വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പൂരിക്ക് മുട്ടക്കറിയും സൂപ്പറാണ്. ആദർവിനും ആരീഷിനും പൂരിയും ബാജിക്കറിയും ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വൈകുന്നേരങ്ങളിലും അവരത് തന്നെയാണ് കഴിക്കാറുള്ളത്. പൂരിയും ബാജിക്കറിയും ഉണ്ടെങ്കിൽ അവർക്ക് അത് മതി, നല്ലപോലെ അത് കഴിച്ചോളും. ചപ്പാത്തിയേക്കാൾ പ്രിയം അവർക്ക് പൂരിയാണ്. എണ്ണയിലുള്ളതായതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. രാവിലെ എണീറ്റ് വരുമ്പോഴേ ആരൂട്ടിനൊരു ചോദ്യമുണ്ട്, ഇന്നെന്നാ അമ്മ ഉണ്ടാക്കിയെന്ന്. പൂരിയും ബാജിയാന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. രാവിലെ പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും. പൂരിയും കറിയും വൈകുന്നേരവും അവനത് കഴിച്ചോളും. എന്നും ഇവിടെ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം തന്നെയായിരിക്കും വൈകുന്നേരങ്ങളിലും ഇവിടെ അവർ കഴിക്കുന്നത്. അപ്പം കുറച്ചധികം ഉണ്ടാക്കും. പൂരിക്ക് പറ്റിയ വേറെ കോമ്പിനേഷൻ കറി നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതും കൂടി ട്രൈ ചെയ്ത് നോക്കാമല്ലോ. മക്കൾ രണ്ടുപേരും എണീറ്റിട്ടുണ്ട്. എണീറ്റപാടും ഇനി അവർ കളിക്കുക ചെയ്യുക. ഒരാൾ സൈക്കിളിലും ഒരാൾ അയാളുടെ വണ്ടിയിലും കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴേക്ക് വേഗം റെഡിയാക്കണം ഇനി ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ അപ്പോഴത്തേക്ക് ഉണ്ടാക്കും. ഉരുളക്കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും ഒരു പകുതി സവാളയുമാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ എല്ലാവരും അത്യാവശ്യം എരിവ് കൂട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് 5 പച്ചമുളക് എടുത്തേക്കുന്നത്. ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അഥർവ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൻ കളിക്കുമ്പോൾ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് കളിക്കും. രാവിലെ നല്ല കുട്ടിയായിട്ട് എണീക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പോലില്ല. വെറുതെ കരഞ്ഞുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് നടക്കണം എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും. ഇന്ന് നല്ല കുട്ടിയായിട്ട് എണീറ്റ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബാജിക്കറി എന്നാൽ നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കറിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഈ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഉരുളകളാക്കി ഇടാം. മാവ് നല്ല മയമായിട്ടുണ്ട്. പച്ചവെള്ളത്തിലാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചാലും നല്ല പൂരിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പൂരി വരത്തിയെടുക്കാം. ഇങ്ങനെ എണ്ണ കുറച്ച് തടകി കൊടുക്കുക. എന്നിട്ട് അതിന്മേലെ പൂരിയുടെ ഉണ്ട വെച്ച് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ എണ്ണ തൂത്ത് കൊടുക്കാം. ഒരു 3-4 എണ്ണം പരത്തിയിട്ട് അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ടാണ് ഞാൻ ചുടുന്നത്.
എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോ പൂരി വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ബോൾ പോലെ പൊന്തി വരുന്നത് കണ്ടോ? ഇതുപോലെ പൊന്തി വരാൻ നമ്മൾ നല്ലപോലെ തിളച്ച എണ്ണയിലേക്ക് വേണം ഈ പരത്തിയ മാവ് ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ മുകളിലേക്ക് എണ്ണ നമ്മൾ സ്പീഡിൽ കോരി ഒഴിക്കുമ്പോൾ വേഗം പൊന്തി വരും. ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും ചുട്ടെടുക്കാം. അങ്ങനെ എൻ്റെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി നമ്മൾ നോക്കിയില്ലല്ലോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ് പിഴിയാറുള്ളത്. തേങ്ങേൻ്റെ ക്ഷാമം കൊണ്ട് തേങ്ങ പിഴിഞ്ഞ് കളയാൻ തേങ്ങയില്ലല്ലോ, നമുക്ക് കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരകി അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നല്ല കൊഴുപ്പും കിട്ടും. കറിയൊക്കെ ഇവിടെ നല്ലപോലെ വേണം. മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും കറി നല്ലപോലെ ഒഴിച്ചിട്ടാണ് പൂരി തിന്നുക. എന്നാലേ അതിൻ്റെ ടേസ്റ്റുള്ളൂ. ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ ഉടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അരപ്പൊഴിച്ചിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് താളിച്ച് ഒഴിക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമാണ് വറുത്ത് ചേർക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള റെസിപ്പീസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.